പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ 22 വയസ്സ് എങ്ങനെയാണ് എന്നുള്ളത്. അടുത്ത അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ആർമി സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു കാരണം കൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കാത്ത വലിയൊരു മിസ്റ്റേക്ക്. കഴിഞ്ഞ തവണത്തെ വേക്കൻസി നോക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലാണ്. ഇന്ത്യൻ ആർമിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. 13 ഫെബ്രുവരി മുതൽ ഏപ്രിൽ 1 വരെയാണ് ഇത്തവണ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ്, ഫിസിക്കൽ ക്രിറ്റീരിയ, അതുപോലെ തന്നെ റിട്ടേൺ എക്സാം പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നതാണ് 2005 ജൂലൈ 1 മുതൽ 2005 ജൂലൈ 1 മുതൽ 2009 ജൂലൈ 1 വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് 17 മുതൽ 22 വയസ്സ് വരെയാണ് വരുന്നത്. പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ 22 വയസ്സ് എങ്ങനെയാണ് എന്നുള്ളത്. ഈ 22 വയസ്സ് വരുന്നത് നമ്മൾ ജോയിനിങ് ലെറ്റർ, അതായത് നിങ്ങൾ ഈ ഒരു ഏജ് ലിമിറ്റ് 21 വയസ്സിന് വരെ വരുന്ന കുട്ടികൾക്ക് ഏകദേശം 6, 7, 8 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ജോയിനിങ് ലെറ്റർ വരുന്നത്. അപ്പോഴേക്ക് അവർക്ക് 22 വയസ്സ് കംപ്ലീറ്റ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് ക്ലിയർ ആയി കാണും. 2005 ജൂലൈ 1 മുതൽ 2009 ജൂലൈ 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തതാണ് ഇതിൻ്റെ ഡേറ്റ് പറഞ്ഞു ഓൾറെഡി. ഫെബ്രുവരി 13 മുതൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. ഏപ്രിൽ 1 അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. ഈ അവസാന തീയതിയെ ആരും തന്നെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും കഴിഞ്ഞ തവണ ഓരോ ആർമി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്നല്ല, ഫൈനൽ സ്റ്റേജിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുകയും സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു കാരണം കൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കാത്ത വലിയൊരു മിസ്റ്റേക്ക് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ പ്ലസ് അപ്ലിക്കേഷൻ. ആദ്യം തന്നെ നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിലാണ് www.joinindianarmy.nic.in. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ്. അത് നിങ്ങൾ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്റർ പോവുകയാണ് അവർക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെൻ ആ ID പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ അഗ്നിവീർ തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അഗ്നിവീർ തസ്തിക എന്നുള്ളത് 10ാം ക്ലാസ് ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് വരുന്നത്. അതുപോലെ തന്നെ +2 യോഗ്യതയുള്ള സയൻസൊക്കെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അത് ഏതൊക്കെ ട്രേഡ് എന്നാണ് നമുക്ക് നോക്കാം. അവർക്ക് പെർമനൻറ്റ് പോസ്റ്റിലേക്കും നഴ്സിംഗ് അസിസ്റ്റൻ്റ് പോലെയുള്ള കാറ്റഗറിയിലേക്ക് പെർമനൻറ്റ് പോസ്റ്റാണ്, അതിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഇതിൻ്റെ ഹൈറ്റ് ക്രിറ്റീരിയ ആണ് വരുന്നത്. ഹൈറ്റിനകത്ത് 166 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ആൺകുട്ടികൾക്ക് വേണ്ടത് ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക്. ടെക്നിക്കൽ തസ്തികയിലേക്ക്, അതായത് അഗ്നിവീർ ടെക്നിക്കൽ തസ്തികയിലേക്കാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് എന്നുള്ളത് അത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, പെൺകുട്ടികൾക്ക് വുമൺ മിലിറ്ററി പോലീസ് തസ്തികയിലേക്ക് മാത്രമാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ബാക്കി ഒരു കാറ്റഗറിയിലേക്കും ഇവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. അടുത്ത ഇതിൻ്റെ ഹൈറ്റ് ലിമിറ്റ് വരുന്നത് ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ, അതിലേക്ക് വരുന്നതാണ് 162 സെൻറ്റിമീറ്റർ ഹൈറ്റ്. 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി ക്ലർക്കിലേക്കും അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ ടെക്നിക്കലിലേക്കും. അടുത്ത ട്രേഡ്സ്മാനിലേക്ക് നേരത്തെ പറഞ്ഞു 166 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 10ാം ക്ലാസ്സിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് GD, അതുപോലെ തന്നെ 8th സ്റ്റാൻഡേർഡ് 8ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കും ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവർ 10ാം ക്ലാസ്സിൻ്റെ, അതായത് 10ാം ക്ലാസ് ഫെയിൽഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, D+ മാക്സിമം സബ്ജക്റ്റിൽ D+ ലഭിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് 8ാം ക്ലാസ് ബേസിനകത്ത് ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അവർ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പഠിച്ചിട്ട് 8ാം ക്ലാസ് പാസ്സായി എന്നുള്ള തെളിവിൻ്റെ സർട്ടിഫിക്കറ്റ്, അവർ പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്നും 8ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. വുമൺ മിലിറ്ററി പോലീസിലേക്ക് പെൺകുട്ടികൾക്ക് ഹൈറ്റ് വരുന്നത് 162 സെൻറ്റിമീറ്റർ ആണ്. പെൺകുട്ടികൾക്ക് നേരത്തെ പറഞ്ഞു ഇത് മാത്രമാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് വുമൺ മിലിറ്ററി പോലീസിലേക്ക്. അടുത്ത ഇതിൻ്റെ പ്രൊസീജിയർ, എന്തൊക്കെ ഡോക്യുമെൻ്റ് സഹിതമാണ് നിങ്ങൾ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് പോകേണ്ടത് എന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, SSLC ബുക്ക്, ആധാർ കാർഡ്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ അവിടുന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ നിന്ന് അവർ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ആവശ്യകത കൂടി ഇതിന് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ പെൻ കാർഡ് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പെൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുറമെ NCC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, നാഷണൽ ലെവൽ കളിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ NCC സർട്ടിഫിക്കറ്റ് ഉള്ള A ആയിക്കോട്ടെ, B ആയിക്കോട്ടെ, C സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഈ ഒരു 3 സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായി അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം നല്ലൊരു ബെനിഫിറ്റാണ് NCC കാഡറ്റ്സിന് ലഭിക്കുന്നത്.
അത് മാർക്കായിക്കോട്ടെ, കാരണം ഓരോ സമയത്ത് ഓരോ ഇപ്പം SSC ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർമി, എയർഫോഴ്സ്, നേവിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ പലതിലും പല കാറ്റഗറിയിലെ കൂടിയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നത്. ഇത്തരം ഡോക്യുമെൻ്റ് സഹിതം നിങ്ങൾ അക്ഷയ സെൻറ്ററിലേക്ക് പോവുകയാണ്, അതായത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ തന്നെയാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് തസ്തികയിലേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ തരുന്ന ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, ബട്ട് അത് അലൗഡ് ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്നും തഹസിൽദാർ സൈൻ ചെയ്തിട്ടുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് തന്നെ നിർബന്ധമാണ്. അത് ഓരോ കുട്ടിയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഇത്തരം ഡോക്യുമെൻ്റായിട്ട് നിങ്ങൾ അവിടെ ചെല്ലുകയും ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ദെൻ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ PSCക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം ID പാസ്വേഡ്, ഈ ID പാസ്വേഡ് എന്നുള്ളത് വളരെ നിർബന്ധമായും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു പല ഉദ്യോഗാർത്ഥികൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്നുള്ളത് ലാസ്റ്റ് ഘട്ടങ്ങളിൽ അവരുടെ ID പാസ്വേഡ് മറന്നു പോവുകയും പിന്നെ കോഴിക്കോട് AROനകത്ത് വരുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുകയും അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിക്കോട്ടെ, അപ്പോൾ ഈ AROനകത്ത് പോയിട്ട് പിന്നെ ID പാസ്വേഡ് ചേഞ്ച് ആക്കി ദെൻ ഓപ്പൺ ആക്കുന്ന ഒരു കാഴ്ച വളരെ അധികം തന്നെ കഴിഞ്ഞ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിനകത്ത് കണ്ടിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് ID പാസ്വേഡ് അവരുടെ അതായത് നിങ്ങൾ എവിടെ നിന്നാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അവരുടെ ആയിട്ടുള്ള ID പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളായിട്ട് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അവർ ചെയ്തിട്ട് അത് നിങ്ങൾ പെർമനൻറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾ +2 ലെവലിലെ ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലർക്ക്, ടെക്നിക്കൽ, അതുപോലെ തന്നെ GD, ട്രേഡ്സ്മാൻ എല്ലാ കാറ്റഗറിയിലേക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇൻഡിവിജ്വലായിട്ട് ഒന്ന് മാത്രമല്ല, ഓരോന്ന് സെപ്പറേറ്റ് ഫീ അടക്കേണ്ടി വരും. എന്നിരുന്നാലും നിങ്ങൾ ഓരോ കാറ്റഗറിയിലേക്കുള്ള, അതായത് ട്രേഡ്സ്മാനും ആപ്ലിക്കേഷൻ കൊടുക്കുക, GDക്കും കൊടുക്കുക, ടെക്നിക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലർക്ക് ആയിക്കോട്ടെ എല്ലാറ്റിനും നിങ്ങൾ ആപ്ലിക്കേഷൻ നിർബന്ധമായും കൊടുക്കുക. +2 സയൻസ് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പെർമനൻറ്റ് പോസ്റ്റിലേക്കാണ്, അതിനും ആപ്ലിക്കേഷൻ കൊടുക്കാം. ബാക്കി വരുന്ന ഓരോ കാറ്റഗറിയിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. റിപ്പീറ്റിംഗ് ആണ്, ഫീ സെപ്പറേറ്റ് ആണ് അടക്കേണ്ടത്. അടുത്ത ഇതിൻ്റെ സ്റ്റേജ്, ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു, ദെൻ അപ്ലൈ ചെയ്തു. ജൂൺ 1 മുതലാണ് ഇതിൻ്റെ എക്സാം ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതാണ്. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത്. റിട്ടേൺ എക്സാമിനേഷനകത്ത് വരുന്നതാണ് 100 മാർക്കിൻ്റെ എക്സാം ആണ് വരുന്നത്. ഈ 100 മാർക്കിനകത്ത് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. 50 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. GD കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ GD ട്രേഡ്സ്മാൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ടാവുന്നതല്ല. GK, GS, റീസണിങ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഈ ഒരു 4 സബ്ജക്റ്റിൻ്റെ എക്സാം ആയിരിക്കും GD അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുന്നത്. ടെക്നിക്കൽ, ക്ലർക്ക്, അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് +2 ലെവലിലെ എക്സാം ആയിരിക്കും. അതും നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ സയൻസ് സബ്ജക്റ്റും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റ്, അതുപോലെ തന്നെ ടെക്നിക്കലിനും ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് വളരെ പ്രിപ്പറേഷൻ എന്നുള്ള വളരെ നോർമലായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. മിനിമം കാരണം നമുക്ക് ഇത്തവണ നല്ലൊരു സമയം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഏകദേശം 4 മാസം എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു 4 മാസം പ്രോപ്പറായിട്ട് നമ്മൾ ഇതിനായിട്ട് ഡെഡിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അവസരം തന്നെയായിരിക്കും. കാരണം 1 ലക്ഷത്തിൽ മേലെയാണ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. കേരളത്തിന്, അത് സൗത്ത് സോണിൽ എത്ര വരുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തെ വേക്കൻസി നോക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇത്തവണ വേക്കൻസി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു കാര്യം എന്നുള്ളത്, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും 10ാം ക്ലാസ് ബേസിൻ്റെ, അതായത് ഈ ഒരു ഏജ് ലിമിറ്റിനകത്ത് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം +2 കഴിഞ്ഞതിന് ശേഷം അവർക്ക് 2 മാസം ഏകദേശം പഠിക്കാനുള്ള നല്ലൊരു സമയം തന്നെ ലഭിക്കും. ആ ഒരു 2 മന്ത് നിങ്ങൾ പ്രോപ്പർ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫിസിക്കൽ പ്രാക്ടീസ് കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നോർമലായിട്ട് തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 മാക്സിമം കുട്ടികൾ വന്നത്. നല്ല മാർക്കിൻ്റെ റെഡ്യൂസാണ് അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഫിസിക്കലും റിട്ടേൺ എക്സാമിനേഷൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ഏജ് ലിമിറ്റിനകത്തും അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് ക്രൈറ്റീരിയക്കകത്തും വരുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷനും ആരംഭിക്കുക. കാരണം ഡ്രോൺ അക്കാഡമിയിൽ ഓൾറെഡി ഇതിൻ്റെ എക്സാം ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്.
+2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മെയ് 2 മാസത്തെ ക്രാഷ് കോഴ്സ് ഇവിടെ ലഭിക്കുന്നതാണ്. അത് അടുത്ത മാസം സീറ്റ് ബുക്കിങ്ങിൻ്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് സീറ്റ് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഈ ഒരു വീഡിയോ കേരളത്തിലെ ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.